എന്തൊക്കെയുണ്ട് വിശേഷം? ഹസ്ബൻഡും നിനക്ക് സുഖം തന്നെയല്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കണം. ഞാനും വിചാരിച്ചിരിക്കായിരുന്നു മാഷിനെ പോയി എന്നോട് നീ ക്ഷമിക്കണം. ഞാൻ കാരണമാ നീ. അത് പോട്ടതാ, നീ മാത്രമല്ല തെറ്റുകാരൻ, ഞാനും തെറ്റുകാരി. പിന്നെ അതിൽ നിന്നൊക്കെ എന്നെ പിന്തിരിപ്പിച്ചത്. ഇത്ര പെട്ടെന്നടാ ആ കാലം കഴിഞ്ഞു പോയത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അതെ, ഞാനും ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങളാണിത്. സാറേ, കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ. ശരി, നാളെ കാണാം. ആദ്യം കണ്ടിരുന്നു. അവനിപ്പോൾ വളരെ മോശമായ കൂട്ടുകെട്ടിലാണ്. എന്തു പറയാനും ഇനി എല്ലാം എനിക്കറിയാം. അവനെ ഞാൻ എൻ്റെ മകനെ പോലെ ഞാൻ കണ്ടിരിക്കുന്നു. അവൻ ചില പ്രലോഭനങ്ങളിലൊക്കെ വീണുപോയി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ആ അണ്ണാ, ഷാജി അണ്ണ. ആ, ഞാൻ എണീറ്റേ ഉള്ളൂ. ആ സ്ഥലമാണോ? ആ, ഞാൻ വരുമോ? ആ, എന്തീ കാണിക്കുന്ന? എനിക്കൊന്നും വേണ്ട. കോപ്പിലെ കുറി ഒരെണ്ണം തന്നാലുണ്ടല്ലോ. നീ എന്താ ഈ കാണിക്കുന്നേ? ദൈവനിഷേധം കാണിക്കുക. നിന്റെ അച്ഛൻ ഫോൺ ചെയ്യട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ എല്ലാ കാര്യവും. ഏതായാലും അടുത്ത മാസം ലീവിന് വരുമല്ലോ. നിനക്ക് 2 എണ്ണം കിട്ടാത്തതിന്റെ കുറവുകൊണ്ടാണ് നീ നടക്കുന്നത്. നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്നോ? അങ്ങേര് വന്നിട്ട് എന്തായാലും തന്നെ അങ്ങേര് എന്താ കയ്യിൽ നിന്ന് മാങ്ങ ഉറക്കാൻ പോകുമോ? പിന്നെ അങ്ങേര് ഉണ്ടാക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങേര് സാറെ പണി നോക്കാൻ പറ. എന്നെ അങ്ങ് തല്ലാൻ വന്നിരിക്കുന്നു. ഒന്ന് മാറിക്കുന്നു. ഷാജി, അണ്ണാ, സാധനം ഇടടാ. എവിടെ? അണ്ണാ, ഞാൻ നോക്കിയിട്ട് വരാം. ആ അണ്ണ, എന്താടാ നീ വൈകിയത്? വൈകിപ്പോയണ്ണ, ഫോൺ എടുക്കാൻ പറ്റിയില്ല. സമയം വേണ്ട, വാ. എന്താണ് നീ വൈകിയത്? അണ്ണ, അമ്മയായിട്ട് ചെറിയ സ്ക്രാച്ച് ഉണ്ടായണ്ണ. അത് അല്പം വൈകി. എന്താടാ ചോദിച്ച 50,000 നിനക്ക് കിട്ടിയില്ലേ? കിട്ടിയായിരുന്നു. രാജീവണ്ണ തന്നായിരുന്നു. ഇനി നമ്മുടെ കാര്യം എപ്പോഴാ നടപടിയാവുക? 2 ദിവസം കഴിഞ്ഞാൽ നീ കൊണ്ടുവരുന്ന പെണ്ണ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ലേ? ഉണ്ടാവുന്ന, തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളെ തന്ന സാധനം എങ്ങനെയുണ്ട്? സാധനം പൊളി അണ്ണ. ഒന്ന് എടുത്തതേ ഓർമ്മയുള്ളൂ. ഒന്ന് സ്വർഗത്തിൽ പോയി വന്ന ഫീൽ അണ്ണ. നാളെ ഇതിനും പൊളി സാധനം നിനക്ക് ഞാൻ തരാം. എന്നാ പടിയായിക്കോ. ശരി, പോയിട്ട് വരാം. നമ്മളിങ്ങനെ പൈസ കൊടുത്ത് ശീലിച്ചാൽ നാളെ ഇവൻ വീണ്ടും കൂടുതൽ ചോദിക്കില്ലേ? എടാ പൊട്ട, നാളെ മുതൽ അവനും അവളും നമ്മൾ കൊണ്ടുവരുന്ന പുതിയ സ്റ്റഫ് ഉപയോഗിച്ച് തുടങ്ങും. പിന്നെ കളി. നമ്മൾ സ്റ്റഫ് കൊടുക്കത്തുമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ സാധനം കിട്ടാതെ വരുമ്പോ അവന്മാര് നമ്മളെ തേടി അലയും. ആ സമയത്ത് അവന്റെ പെങ്ങളെ വേണമെന്ന് പറഞ്ഞാലും നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പനെ വേട്ടണമെന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്തിരിക്കുന്നു. പിന്നെയാണോ പൈസ? നമ്മൾ ചോദിക്കുന്ന പണം അവറ്റകൾ ആരെ കൊന്നിട്ടാണെങ്കിലും നമുക്ക് കൊണ്ടുവന്നു തരും.
അവൻ കൊണ്ടുവരുന്ന പെണ്ണിനെ വിറ്റ് നമ്മൾ കാശുണ്ടാക്കും. സമ്മതിച്ചണ്ണ, പൊളിച്ച്. ഹലോ, ആരാ? അറിയില്ല. എവിടെ? ഞാൻ പോരാ. പഠിക്കടി 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 കേട്ടോ. എന്റെ ഭഗവാനെ, അഞ്ചുമോളല്ലോ ചതിച്ച. എന്റെ അഞ്ചുമോളെ നശിച്ചവനെ, നീയോ നശിച്ചു. ഈ പാവം അഞ്ചുവിനും കൂടി എന്തിനാണ് നീ നശിപ്പിച്ചത്? എന്താടാ നീ നന്നാവാത്ത പോലെത്താനാടാ നീ കുരുത്തം കെട്ടവനെ. സാറും കോപ്പൊക്കെ സ്കൂളിൽ മതി. ഇത് സ്ഥലം വേറെയാണ്. ഉള്ള താൻ ഷോറൊക്കെ ഉണ്ട് കേട്ടോ. നീ പോകാൻ പോകാൻ നിൽക്കണം. ഇന്ന് വന്നേടി കാണായി. ഇന്ന് അടിക്കട്ടെ. താനെന്നെ തല്ലിയല്ലേ? പണിക്കെട്ടി ഞാൻ മുട്ടം പണിയാൻ തരുന്നുണ്ട്. ഹലോ, ഞാൻ ഇപ്പം എത്തും. 5 മിനിറ്റ് ഞാനത് വന്നുകൊണ്ടിരിക്കുക. നീ എന്തിനീ പേടിക്കണേ? ഇങ്ങനെ പേടിച്ച് ഇക്കല്ലേ? ഞാനിവിടെ ഇല്ലേ? നീ ചെല്ല്, പെട്ടെന്നില്ല. പോയിട്ട് വാ. ഒന്നുമില്ലെന്ന് ഇവിടെ ഇവിടെ. നീ പൊയ്ക്ക് നോക്കല്ലേ? പൊയ്ക്കോ. ഓക്കെ അല്ലേ അണ്ണാ? അയ്യോ, എന്ത് പറ്റി മോളെ? എന്ത് പറ്റിയ? എന്റെ ഈശ്വര, ഇവിടെ ആരും ഇല്ലേ? എന്തീ കാണിക്കണേ? എന്തീ കാണിക്കണേ? എനിക്കൊന്നും മനസ്സിലാവില്ല. ഈശ്വര, എന്തീ കുട്ടി കാണിക്കണേ? തന്നെ ഇന്നല്ലോ ഒരു വന്നിരിക്കുന്നു. മനസ്സിലായ എഞ്ചിനും കുറഞ്ഞ് ആരടാ പെണ്ണുങ്ങള് മാത്രമേ പഠിപ്പിക്കുള്ളൂ. അവൻ്റെ ഒരു പൊളിച്ചടക്കണ ഞാൻ പണ്ട് നോക്കി വെച്ചിരുന്നാണ് ഇവന്റെ അമ്മയുടെ ലഹരി വിരുദ്ധം. ഞങ്ങളുടെ പിള്ളേര് ലഹരി കച്ചവടമായി കോളേജിൽ വന്ന നീ കംപ്ലൈന്റ് ചെയ്യുമല്ലോ. നിന്നെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നിന്റെ കുടുംബ തകർത്തോളം പട്ടിണി. നീ ആരടാ? വാടാ. കഴിഞ്ഞല്ലോ കോപ്പെ. ഇത്ര നടത്താൻ ഉണ്ടാക്കിയ ഇമേജ് അല്ല ഒരു നിമിഷം കൊണ്ട്. ഇന്നിപ്പോ ചത്തൂടണോ?
എന്റെ ഭഗവാനെ, എന്റെ പൊന്നു മക്കളെ എന്നോട് വേർതിരിച്ചു ഇത്. ഇതെപ്പോഴാണ് അയച്ചു തരണേ? കൊള്ളാമല്ലോ, ഇതിനുണ്ട് ഇതൊക്കെ സെൻഡായി തുടങ്ങി. അടിപൊളി. ഇത് ഞാനൊരു പൊളി പൊളിക്കും. കൊള്ളാം കൊള്ളാം. ഇതെല്ലാം നെറ്റിലിട്ട് എന്നെ ഞാൻ നാട്ടിക്കൂടാ. എടാ നശിച്ചവനെ, നിന്റെ അച്ഛനാ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടാ നിന്നെ ഇവിടെ വളർത്തുന്നത്. നീ ഇവിടെ നിന്ന് മരുന്നടിച്ച് നശിക്കുകയല്ലേ? എനിക്ക് നിന്നെ ഇനി കാണും. അമ്മേ, അഞ്ജു പറ, എന്തു പറ്റി? മാഷോ, ഐസിലോ? ദൈവമേ, ശരി. ദൈവമേ, ഞാൻ എന്തൊരു പാപിയാണ്, എനിക്കറിയില്ല. ഇതിന് ഞാൻ ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും. ഈ ലഹരിയാ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ദൈവമേ, എന്റെ മാഷിന് ഒരാപത്തും വരുത്തരുത്. അമ്മേ, ഒന്ന് നിന്നമ്മേ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോട് വളരെയധികം തെറ്റ് ചെയ്തിട്ടുണ്ടമ്മേ. എന്നോട് പൊറുക്കണമേ. എന്തു തെറ്റ് ചെയ്താലും ഞാൻ നിന്നോട് ക്ഷമിക്കും. കാരണം നീ എന്റെ പൊന്നുമോനല്ലേടാ. അമ്മേ, ഞാൻ അമ്മയോട് മാത്രമല്ലമ്മേ,
എൻ്റെ ഗുരുനാഥനോടും വളരെയധികം തെറ്റ് ചെയ്തിട്ടുണ്ടമ്മേ. എനിക്കെല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യണം എൻ്റെ അമ്മ. ഞാൻ പോവാ അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ. എന്നോട് ക്ഷമിക്കണം അമ്മേ. മോനെ എണീക്കടാ, എന്താ നിനക്ക് പറ്റിയത്? പോയിട്ട് വരാമേ. ആഹാ മോനെ ആദ്യോ മോനെ അച്ചായ സ്റ്റോക്ക് മൂലം ആശുപത്രിയില. എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം സാറിന് ആ ഒരു അവസ്ഥ വന്നു. എന്നോട് പൊറുക്കണം. എടാ ദ്രോഹി, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? മക്കളില്ലാത്ത ഞങ്ങൾക്ക് നിന്നെയൊക്കെ സ്വന്തം മക്കളെ പോലെ അല്ലടാ കണ്ടത്. മഹാഭാവി, എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തല്ലേ? ഞാൻ അറിഞ്ഞുണ്ടല്ലോ. എന്നോട് ഇനി ഒരിക്കലും ഞാൻ നിന്നെ മുമ്പിൽ വരും. എന്നെ സ്നേഹിച്ചവരൊക്കെ ഞാൻ വേദനിപ്പിച്ചു. എനിക്ക് ഭൂമി ജീവിക്കണ്ട. അച്ഛാ, ഞാൻ പാപിയാണ് അച്ഛാ. ജീവിക്കാൻ അവകാശമില്ല. നിന്നെ കണ്ടപ്പോഴേ എന്തോ പന്തികേട് തോന്നി. എന്താ നിന്റെ പ്രശ്നം? അച്ഛാ, ഞാൻ എൻ്റെ ഗുരുനാഥനെ ഞാൻ തെറ്റ് ചെയ്തു അച്ഛാ. മോനെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നീ നിന്റെ പ്രൊഫസറോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. അതിന് നീ ആത്മഹത്യ ചെയ്തതുകൊണ്ട് പരിഹാരമാവില്ല. നിന്റെ ഗുരുനാഥന് സന്തോഷം ലഭിക്കണമെങ്കിൽ നീ നിന്റെ പഠിപ്പ് പൂർത്തിയാക്കുക. നല്ല ജോലി മേടിച്ച് ആ കുടുംബത്തെ സംരക്ഷിക്കണം. അതുവരെ ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും പള്ളിയിലെ ജീവകാരുണ്യ കമ്മിറ്റി അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ലഹരിക്കടിമപ്പെട്ട കുട്ടികളെ തേടിപ്പിടിച്ച് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇത് തന്നെയായിരിക്കണം നിനക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല പ്രായശ്ചിത്തം. ഒരുപാട് കുട്ടികൾ ഈ ലഹരിക്കടിമപ്പെട്ട് ഈ സമൂഹത്തിലുണ്ട്. അവരെയെല്ലാം നമുക്ക് ഒരുമിച്ച് കണ്ടെത്തണം. തീർച്ചയായിട്ടും. മാഷേ, മാഷെ, ഞങ്ങളെ മനസ്സിലായി. ക്ഷമിക്കണം. സാർ ആഗ്രഹിച്ച പാതയില്ല
ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ട് സുഖം പ്രാപിച്ചു വരും ഞങ്ങളുടെ പഴയ മാഷായിട്ട്. എൻ്റെ മക്കൾ നല്ലത് വരട്ടെ. ഞാൻ നിങ്ങളുടെ പഴയ മാഷായിട്ട് തിരിച്ചു വരൂ. അതുപോലെ ഞാൻ എൻ്റെ മകനായിട്ട് കഷ്ടമുള്ള